ഹായ് ഫ്രണ്ട്സ്, നിങ്ങൾ ഇതുവരെയും ചെയ്തു നോക്കിയിട്ടില്ലാത്ത എന്നാൽ ചെയ്തു നോക്കിയാൽ 100% റിസൾട്ട് കിട്ടുന്ന നല്ലൊരു വീഡിയോ ആയിട്ടാണ് വന്നിട്ടില്ല കേട്ടോ. കൂടാതെ ഇന്നത്തെ വീഡിയോയിൽ ഒരുപാട് നല്ല നല്ല ടിപ്സുകളെല്ലാം ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ സ്കിപ്പ് ചെയ്യാണ്ട് കാണാൻ ശ്രമിക്കുക. മറ്റൊരു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്നത്തെ ആദ്യത്തെ ടിപ്സ് എന്താണെന്ന് വെച്ചാൽ, നമുക്ക് കുറഞ്ഞ സ്പേസിൽ ഒരുപാട് തുണികൾ ഒതുക്കി വെക്കുന്നതിന് വേണ്ടിയിട്ട് ഹാങ്ങറിൽ നമ്മൾ അയൺ ചെയ്തിട്ട് അല്ലെങ്കിൽ തുണികളൊക്കെ വെക്കുന്ന സമയത്ത് ഒരുപാട് തുണിയൊന്നും നമുക്ക് വെക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഒരു ഹാങ്ങർ എടുക്കുക, എന്നിട്ട് ഇതുപോലെ കേബിൾ ടൈറ്റ് ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഒരു ടൈനകത്ത് കൂടെ വേറെ ടൈം കൂടി ഇട്ടിട്ട് ഇതുപോലെ ടൈറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്കൊരു ചെയിൻ രൂപത്തിൽ റിങ് ആയിട്ട് ഒന്നൊന്നോ ജോയിൻ്റ് ആയിട്ട് വന്നിട്ടിരിക്കും. ഇതുപോലെ ചെയ്ത് കൊടുക്കാം. എന്നിട്ട് എക്സ്ട്രാ നിൽക്കുന്ന ഭാഗമൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ഓരോ റിങ്ങിലും നമുക്ക് ഓരോരോ ഹാങ്ങർ വെക്കാനായിട്ട് പറ്റും. എന്നിട്ട് ഇതുപോലെ ഹാങ്ങറിൽ നമ്മൾ തുണികളെല്ലാം വെച്ചതിന് ശേഷം ഇതുപോലെ ഹാങ് ചെയ്ത് വെക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. ബനിയനെല്ലാം നമ്മൾ നല്ല നീറ്റായിട്ട് മടക്കി വെച്ച് കഴിഞ്ഞാൽ ചുളിവുകളൊന്നും ഇല്ലാണ്ട് അയൺ ചെയ്യാണ്ട് തന്നെ നല്ല നീറ്റായിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ ഇതുപോലത്തെ ഹുഡി ആയിട്ടുള്ള ബനിയനാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഹെഡ് വരുന്ന ഭാഗം കൂടി നമ്മൾ നീറ്റായിട്ട് നന്നായിട്ടൊന്ന് നീറ്റാക്കി വെച്ചതിന് ശേഷം ഇതുപോലെ ആക്കിയിട്ട് ഇതുപോലെ മടക്കി വെച്ച് കൊടുക്കുക കേട്ടോ. ബനിയൻ്റെ രണ്ട് സൈഡിൽ നിന്നും ഇനി സ്ലീവ് ഇതുപോലെ വെച്ച് കൊടുക്കുക. രണ്ട് ഭാഗത്തുനിന്ന് വെച്ച് കൊടുത്തിട്ട് പിന്നെ ഒന്നുകൂടി ബനിയനെ ഒന്നുകൂടി ഒന്ന് മടക്കുക. ആ സ്ലീവിൻ്റെ ഭാഗം ഒന്നുകൂടി ഇതുപോലെ മടക്കിയിട്ട് രണ്ട് സൈഡിൽ നിന്ന് മടക്കിയതിന് ശേഷം പിന്നെ ഈ സെൻറ്റർ ഭാഗം ഇതുപോലെ മടക്കി കൊടുക്കുക. എന്നിട്ട് ഒരു പോക്കറ്റ് പോലെ നിൽക്കുന്ന ഭാഗത്തേക്ക് ബാക്കി എക്സ്ട്രാ നിൽക്കുന്ന ബനിയനും കൂടി വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ ബനിയൻ നല്ല സേഫ്റ്റി ആയിട്ടിരിക്കും. നമുക്ക് പാക്ക് ചെയ്യുന്ന സമയത്ത് ഈസി ആയിരിക്കും. ചോറിൻ്റെ കൂടെ നിങ്ങൾ എപ്പോഴും പപ്പടം കഴിക്കാറില്ലേ? അപ്പോൾ ഇങ്ങനെ ഒരു മസാല പപ്പടം എങ്ങനെ ഉണ്ടാകും നോക്കാം. അതിനായിട്ട് ഞാൻ അപ്പളാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. പപ്പടം വേണമെങ്കിൽ അതും എടുക്കാം. എൻ്റെ കയ്യിൽ അപ്പളാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കി എടുത്തതിന് ശേഷം കുറച്ച് എണ്ണയിൽ എടുത്തിട്ട് ഇതുപോലെ വറുത്തെടുക്കുക കേട്ടോ. നമ്മൾ ഒരുപാട് എണ്ണ ഉപയോഗിക്കുന്നില്ല, കുറച്ച് എണ്ണ മാത്രമേ ഉപയോഗിക്കണം. ഇതേ എണ്ണയിൽ തന്നെയാണ് നമ്മൾ മസാലയും തയ്യാറാക്കുന്നതിന്. എന്നിട്ട് അതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. കടുക് ഇട്ട് കൊടുത്തതിന് ശേഷം 2-3 വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞതും പിന്നെ ഒരു കറിവേപ്പിലയും കൂടി നന്നായിട്ട് കുക്ക് ചെയ്തെടുത്തതിന് ശേഷം ഒരു സവാള ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞിട്ട് അതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഒരു ആവശ്യത്തിനുള്ള ഈ സവാളയ്ക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഈ സമയത്ത് നമ്മൾ ആദ്യം വറുത്ത് വെച്ചുള്ള പപ്പടം കൂടി ചേർത്ത് നന്നായിട്ട് ഇളക്കിയെടുക്കുക കേട്ടോ. പപ്പടം വലിയ പീസുകളാണെന്നുണ്ടെങ്കിൽ ഈ സമയത്ത് നമുക്കതൊന്ന് ഉടച്ചു കൊടുത്ത് ചെറുതാക്കാം. എന്നിട്ട് നമ്മളിപ്പോൾ ഇതിൽ മസാലകൾ പറഞ്ഞിട്ട് പൊടികളൊന്നും ചേർത്തിട്ടില്ല. ഇനി നമുക്ക് എരിവിന് ആവശ്യമായിട്ടുള്ള മുളക് പൊടിയാണോ നിങ്ങൾ കൂടുതൽ ഇഷ്ടം വെച്ചാൽ അത് ചേർത്തി കൊടുക്കാം. കുരുമുളകാണോ ഇഷ്ടം അത് വെച്ചാൽ അതും ചേർത്താം. ഞാൻ രണ്ടും ചേർത്തുന്നുണ്ട്. കുരുമുളക് പൊടിയും ചേർത്തിട്ടുണ്ട്, മുളക് പൊടിയും ചേർത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. നന്നായിട്ട് മിക്സ് ചെയ്യുമ്പോൾ എല്ലാ ഭാഗത്തേക്കും കുരുമുളകും മുളക് പൊടിയൊക്കെ വരും. മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ചൂടോടെ ചോറിൻ്റെ കൂടെ കഴിക്കാവുന്നതാണ്. കാലപ്പഴക്കം കൊണ്ട് നിറം മങ്ങിപ്പോയല്ലേ, ഇതുപോലത്തെ എല്ലാത്തിനെയും നമുക്ക് പുതുപുത്തനാക്കി എടുക്കാം കേട്ടോ. അതിനായിട്ട് ഞാൻ ചാർജ് തീർന്നിട്ടുള്ള ഒഴിവാക്കാനായിട്ട് വെച്ചിട്ടുള്ള 2-3 ബാറ്ററിയാണ്. ചെറിയ ബാറ്ററിയാണ് കേട്ടോ. നിങ്ങളുടെ കയ്യിൽ വലിയ ബാറ്ററി ഉണ്ടെങ്കിൽ എടുക്കാം, ചെറുതെടുക്കുക, ഏത് വേണമെങ്കിലും എടുക്കാം. എന്നിട്ട് ദോശക്കല്ല് വെച്ചിട്ടുണ്ട്. നന്നായിട്ട് ദോശക്കല്ല് ചൂടായി വന്നു കഴിഞ്ഞാൽ നമ്മൾ ഈ എടുത്തിട്ടുള്ള ബാറ്ററികൾ നമുക്ക് ഓരോന്നായിട്ട് വെച്ച് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് ബാറ്ററി നന്നായിട്ട് ചൂടാക്കിയെടുക്കാം. ഒരു തുണി മുകളിൽ വെച്ചിട്ട് നമ്മളിതിങ്ങനെ ഉരുട്ടുന്ന സമയത്ത് എല്ലാ ഭാഗത്തും ഒരുപോലെ ചൂട് വരും. അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തിട്ടുള്ളത്. എന്നിട്ട് ഈ നന്നായിട്ടൊന്ന് ചൂടായി എന്ന് കണ്ടു കഴിഞ്ഞാൽ സ്റ്റവ് ഓഫ് ചെയ്തിട്ട് നമുക്ക് ഈ ബാറ്ററി എല്ലാം എടുക്കാം. ചാർജ് ഇല്ലാത്ത ബാറ്ററി ആയതുകൊണ്ട് ഇതിനെ ബ്ലാസ്റ്റ് ചെയ്യാൻ ഒരു തരത്തിലുള്ള ചാൻസില്ല. 100% സേഫാണ്. അപ്പോൾ അതിൻ്റെ പുറമെയുള്ള സ്റ്റിക്കറൊക്കെ നമുക്ക് പെട്ടെന്ന് റിമൂവ് ചെയ്തെടുക്കാനായിട്ട് പറ്റും കേട്ടോ, ചൂടാക്കിയതുകൊണ്ട്. അപ്പോൾ ഇതൊക്കെ എല്ലാം റിമൂവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ചൂടാക്കിയിട്ടുള്ളത്. എന്നിട്ട് ആ ബാറ്ററി കട്ട് ചെയ്തിട്ട് അതിനകത്തുള്ള ഒരു ത്രെഡ് ഉണ്ടാവും. ആ ത്രെഡ് എടുത്ത് മാറ്റിയിട്ട് ആ ത്രെഡിന് ചുറ്റും കരി ഫില്ല് ചെയ്തിട്ടുണ്ടാവും. ആ കരിയാണ് നമ്മൾ എടുക്കേണ്ടത്. അതൊന്ന് അമർത്തി കൊടുക്കുന്ന സമയത്ത്, ഒന്ന് തട്ടി കൊടുക്കുന്ന സമയത്ത് തന്നെ അതിനുള്ളിൽ നിന്ന് മുഴുവനായിട്ട് പൊടിഞ്ഞു വരും കേട്ടോ. ഒറ്റൊരു ബാറ്ററിയിൽ നിന്ന് എടുത്ത് വെച്ചിട്ടുള്ള ചാർക്കോളാണ് ഇപ്പോൾ ഇത് കേട്ടോ. ഇതിന് മുന്നേ ഞാൻ 2 ബാറ്ററിയിൽ നിന്ന് കൂടി ചാർക്കോൾ കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് അത് ഇത്രയുണ്ട്. നമുക്ക് അത്യാവശ്യം നല്ലൊരു ക്വാണ്ടിറ്റി കിട്ടിയിട്ടുണ്ട്. ഒരു കുഞ്ഞ് ബാറ്ററി ആണെങ്കിൽ കൂടി ഇത്രയധികം ചാർക്കോൾ നമുക്കതിന് കിട്ടിയിട്ടുണ്ട്. നല്ല നൈസാണിത്. പക്ഷേ നമ്മളിത് അതിൻ്റെ അകത്ത് ടൈറ്റായിട്ട് നിന്നത് കാരണം അതൊരു കല്ല് പോലെയാണ് ഇപ്പോൾ ഇരിക്കുന്നത്. അപ്പോൾ അതിന് പൊടിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു കവറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മളുടെ ചപ്പാത്തി റോൾ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഉരുട്ടി കൊടുക്കുക. അതിൻ്റെ മുകളിലിട്ടിട്ട് നന്നായിട്ടൊന്ന് ഉരുട്ടുന്ന സമയത്ത് എല്ലാതും നല്ലതുപോലെ ഒന്ന് പൊടിഞ്ഞ് കിട്ടും. കട്ടയൊന്നും ഇല്ലാതെ തന്നെ നന്നായിട്ട് പൊടിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം കേട്ടോ. ഈ കരി നമ്മുടെ കയ്യിലായ പ്രശ്നമുണ്ടോയെന്ന് വിചാരിക്കും. അങ്ങനെയൊന്നും കുഴപ്പമില്ല. നമ്മൾ കയ്യിലുള്ള കരി നമ്മൾ വാഷ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ പോകുന്നതാണ് കേട്ടോ. ഒറ്റ വാഷിൽ തന്നെ നമ്മുടെ കയ്യിൽ നിന്ന് പോയി കിട്ടും. പൊടിച്ചെടുത്തിട്ടുള്ള ഈ ഒരു കരിയിലേക്ക് നമ്മളിങ്ങനെ ചേർത്തേണ്ടത്, നിങ്ങൾ ഉപയോഗിക്കുന്ന ഏത് ഹാൻഡ് വാഷ് ആണെങ്കിലും ഓക്കെ കേട്ടോ. ഹാൻഡ് വാഷ് എടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക.
ആദ്യം തന്നെ ഒന്നിച്ചൊഴിച്ച് കൊടുക്കണ്ട, നമ്മൾ കുറേശ്ശെ ഒഴിച്ചിട്ട് മിക്സ് ചെയ്തെടുത്തിട്ട് വീണ്ടും കുറേശ്ശെ ഒഴിക്കുക, എന്നിട്ട് വീണ്ടും മിക്സ് ചെയ്യുക. ഒന്നിച്ചൊഴിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരുപാട് ലൂസായി പോകും. അപ്പോൾ അത് നോക്കിയിട്ട് നിങ്ങൾ കുറേശ്ശെ ഒഴിച്ചിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഒരു പേസ്റ്റ് രൂപമാവുന്ന വരെ നമ്മൾ ഈ ഒരു ഹാൻഡ് വാഷ് ഒഴിക്കുക, മിക്സ് ചെയ്യാം. ഇത് മിക്സ് ആക്കി എടുക്കുന്നതിന് വേണ്ടിയിട്ട് ഹാൻഡ് വാഷ് തന്നെ ഒഴിച്ച് മിക്സ് ചെയ്യാം. വെള്ളം ഒട്ടും തന്നെ ഒഴിക്കരുത് കേട്ടോ. ഇങ്ങനെ പേസ്റ്റ് ആക്കി എടുക്കും വേണം ഹാൻഡ് വാഷ് മിക്സ് ചെയ്തിട്ട്. ഈ ഒരു മിക്സ് എങ്ങനെയാണ് ഉപയോഗിക്കുക, എന്തിനെല്ലാം ഉപയോഗിക്കാം എന്നെല്ലാം വിശദമായിട്ട് നമുക്ക് നോക്കാം. ഇത് അപ്ലൈ ചെയ്താലുണ്ടാവുന്ന ഡിഫറൻസും കാര്യങ്ങളും മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് ഞാൻ ബൈക്കിൻ്റെ ബാക്കിൽ ഒരു ബ്ലാക്കായിട്ട് നിൽക്കുന്ന ഈ ഒരു ഭാഗത്ത് ഇതുപോലെ ടാപ്പ് വെച്ച് ഒട്ടിച്ചിട്ടുണ്ട് കേട്ടോ. 2 പോർഷനാക്കിയിട്ട് തിരിച്ചിട്ടുണ്ട്. ടാപ്പ് ഒട്ടിച്ചതിൻ്റെ ഒരു ഭാഗത്ത് മാത്രം ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത് നിങ്ങൾക്ക് ഈ ഒരു മിക്സ് ടൈറ്റായി എന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഹാൻഡ് വാഷ് കുറച്ച് ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഇതേപോലെ തേച്ച് കൊടുക്കുക കേട്ടോ. തേച്ച് കൊടുക്കുന്ന സമയത്ത് ഒരു കുറച്ച് സമയം നമ്മളിത് തേച്ചതിന് ശേഷം റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം. എന്നിട്ട് ഒന്നുകൂടി തുടച്ചു കൊടുക്കുക. അപ്പോൾ അതിൻ്റെ മുകളിൽ ചെറിയ സ്ക്രാച്ചുകളൊക്കെ ഉണ്ടെങ്കിൽ സ്ക്രാച്ചുകൾ മറയാനും അതേപോലെ തന്നെ നല്ല ഷൈനിങ് ആയിട്ട് നിൽക്കാനും ഹെൽപ്പ് ചെയ്യും കേട്ടോ. ഇത് നമ്മൾ തേച്ച് വെച്ചിട്ട് ഒരു 5 മിനിറ്റ് അങ്ങനെ റെസ്റ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ആ ടാപ്പ് എടുത്ത് മാറ്റാം. ടാപ്പ് എടുത്ത് മാറ്റുമ്പോൾ അതിൻ്റെ ഒരു വ്യത്യാസം നിങ്ങൾക്ക് കറക്റ്റായിട്ട് അറിയാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു കേട്ടോ. ലൈറ്റിൻ്റെ ഒരു ഇതുള്ളത് കാരണം നിങ്ങൾക്കൊരു വൈറ്റ് ഷെയ്ഡ് അടിക്കുന്നുണ്ട്. ഇത് കറക്റ്റ് ബ്ലാക്കാണ് കേട്ടോ. ഇത് നമ്മൾ കൈ വെച്ച് തുടയ്ക്കുന്ന സമയത്ത് നമ്മുടെ കയ്യിലൊന്നും ആവുന്നില്ല. പിന്നെ അത് മാത്രമല്ല ഇതൊരു വാട്ടർ പ്രൂഫും കൂടി ഉള്ളതാണ് കേട്ടോ. നമ്മൾ ചെയ്തിട്ടുള്ള വർക്കിൻ്റെ ഡിഫറൻസ് മനസ്സിലാവുന്നുണ്ടോ വിചാരിക്കുന്നു കേട്ടോ. നല്ല നീറ്റായിട്ടുണ്ട്. നമ്മൾ കൈ വെച്ച് തുടയ്ക്കുന്ന സമയത്ത് പോകുന്നില്ല. ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ച് നോക്കിയിട്ടും അത് റിമൂവ് ആയിട്ടില്ല കേട്ടോ. നല്ല അതേപോലെ തന്നെ ഷൈനിങ്ങോടുകൂടി നിൽക്കുന്നുണ്ട്. നിങ്ങളുടെ വാഹനങ്ങളിലും ഇതുപോലത്തെ ബ്ലാക്ക് ആയിട്ടുള്ള പാർട്ടുകൾ നിറച്ച് പോയിട്ടുണ്ടെങ്കിൽ എന്തായാലും ഇത് വെച്ചൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. നിങ്ങൾക്ക് 100% റിസൾട്ട് കിട്ടുന്നതെന്നാണ്. നമ്മൾ കടയിലൊന്നും പോയിട്ട് പല പോളിഷുകളും കാര്യങ്ങളും ചെയ്യുന്നതിനേക്കാളും ഏറ്റവും ബെസ്റ്റും കൂടിയാണ് ഇത്. അപ്പം ചെയ്ത് നോക്കൂ കേട്ടോ. ഇനി ഇത് വെച്ചിട്ട് നമുക്ക് ഇനിയും കൂടുതൽ കാര്യങ്ങൾ ചെയ്യാനായിട്ട് പറ്റും. അതെന്താണെന്ന് കൂടി നോക്കാം. ഞാൻ എൻ്റെ ലാപ്ടോപ്പാണ് കേട്ടോ ഇപ്പോൾ എടുത്ത് വെച്ചിരിക്കുന്നത്. ഒരുപാട് വർഷം ഉപയോഗിച്ചുകൊണ്ട് തന്നെ ഒരുപാട് പഴക്കമുള്ളതുകൊണ്ട് തന്നെ നിറം മങ്ങിയിട്ടുണ്ട് കേട്ടോ. ബ്ലാക്കൊക്കെ ഷൈനിങ് ഒക്കെ വിട്ടു പോയിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിനൊന്ന് ഷൈനിങ് ആക്കി എടുക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. ഞാനത് അതിൻ്റെ ഡിഫറൻസ് അറിയുന്നതിന് വേണ്ടിയിട്ട് ഞാൻ സെൻട്രൽ കൂടെ ഒരു ടാപ്പ് ഒട്ടിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ മാറ്റം എത്രത്തോളം ഉണ്ടെന്ന് അറിയാനായിട്ട് പറ്റുമല്ലോ. ഈ ഒരു മിക്സ് ഇനി നമ്മൾ ടിഷ്യൂ പേപ്പറോ അല്ലെങ്കിൽ ഒരു കോട്ടനോ എടുത്തിട്ട് ഇതുപോലെ അപ്ലൈ ചെയ്ത് കൊടുക്കുക കേട്ടോ. ഞാൻ സോഫ്റ്റായിട്ടാണ് ചെയ്യുന്നത്. ലാപ്ടോപ്പിൻ്റെ സ്ക്രീനിൻ്റെ ഭാഗമാണ് നമ്മൾ സോഫ്റ്റായിട്ട് ചെയ്യുന്നത്, ഹാർഡായിട്ട് ചെയ്യുന്നില്ല. എന്നിട്ട് അപ്ലൈ ചെയ്യുന്ന ആദ്യത്തെ സമയത്ത് നമുക്ക് ഈ ഒരു കളറായിട്ടാവും കാണുക. എന്നിട്ട് മറ്റൊരു ടിഷ്യൂ പേപ്പറും കൂടി എടുത്തിട്ട് ഇതിൻ്റെ മുകളിൽ നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുക. മസാജ് ചെയ്തുകൊണ്ടേയിരിക്കുന്ന സമയത്ത് തന്നെ അത് നന്നായിട്ട് പോളിഷായിട്ട് വരും കേട്ടോ. ആണോ, ഡിഫറൻസ് അറിയാൻ പറ്റുന്നുണ്ട്. നമ്മുടെ കയ്യിൽ പോലും ഒട്ടില്ല. ആ ഒരു സ്റ്റേജ് വരെ ആവും നമ്മളത് ഒരു 5 മിനിറ്റ് വെച്ച് കഴിഞ്ഞാൽ. പേപ്പറിൽ നമുക്ക് ആദ്യമൊക്കെ ഒന്ന് തുടയ്ക്കുന്ന സമയത്ത് നമ്മൾ പേപ്പറിൽ വരും. പിന്നെ അത് നമുക്ക് ആ പേപ്പറിൽ വരുന്നതും കൂടി ഇല്ലാണ്ടാവും. നന്നായിട്ട് ഡ്രൈ ആയി കഴിഞ്ഞാൽ നമ്മുടെ കയ്യിലോ പേപ്പറിലോ ഒന്നും ഒട്ടിപ്പിടിക്കില്ല. അപ്പോൾ ആ ടേപ്പ് റിമൂവ് ചെയ്ത സമയത്ത് തന്നെ നിങ്ങൾക്ക് അതിൻ്റെ ഡിഫറൻസ് മനസ്സിലാവുന്നില്ലേ? അപ്പോൾ അത്രത്തോളം ഒരു ഭാഗം മാത്രം നല്ല ഷൈനിങ് ആയിട്ടുണ്ട്. ഇത് ഉണങ്ങിക്കഴിഞ്ഞാൽ പിന്നെ പേപ്പറിലോ കയ്യിലോ ഒന്നും ഒട്ടിപ്പിടിക്കില്ല കേട്ടോ. അപ്പോൾ ധൈര്യമായിട്ട് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇനി ഈ ഒരു മിക്സ് വെച്ചിട്ട് നമുക്ക് വേറൊരു കാര്യം കൂടി ചെയ്യാനായിട്ട് പറ്റും. ഞാനിപ്പോൾ ഇവിടെ ഒരു ബ്ലാക്ക് കളർ ഷൂ ആണ് എടുത്തിരിക്കുന്നത്. നമ്മൾ ആദ്യം ചെയ്ത അതേപോലെ തന്നെ ഇതും അങ്ങനെ ചെയ്തെടുത്താൽ നന്നായിട്ട് ഷൈനിങ് ആയിട്ട് നിൽക്കുകയും ചെയ്യും. വെള്ളം ഒഴിച്ചാലും ഒരു പ്രശ്നം വരില്ല. അതേപോലെ തന്നെ കയ്യിലൊന്നും പറ്റി പിടിക്കുകയില്ല. അപ്പോൾ ഇങ്ങനെ നമ്മൾ ചെയ്യുന്ന പോലെ തന്നെ നമുക്ക് നമ്മുടെ ബാഗ്, പേഴ്സ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇതുപോലെ പോളിഷ് ചെയ്തെടുക്കാം കേട്ടോ. പിന്നെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും നിങ്ങൾ അതിൻ്റെ അഭിപ്രായങ്ങൾ കമൻറ്റിൽ പറയാൻ മറന്നു പോകരുത്. നിങ്ങൾ യൂസ്ഫുള്ളാണ് തോന്നുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി കൂടി ഒന്ന് ഷെയർ കൂടി ചെയ്ത് കൊടുക്കുക കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടി ചെയ്യണേ. പിന്നെ ലൈക്ക് ചെയ്യാനായിട്ട് മറന്നു പോകരുത്. ഇതുപോലെ അഭിപ്രായങ്ങൾ മറ്റൊരു വീഡിയോ ഏറെ വിലപ്പെട്ടതാണ്. അപ്പോൾ കമൻറ്റായിട്ട് പറയാനും വിട്ടുപോകരുത്.